ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം കിളിമാനൂരിൽ മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. കിളിമാനൂർ സ്വദേശി ബിജു ആണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അഞ്ജന അനിൽകുമാർ ചേരും വിശദാംശങ്ങളുമായി. അഞ്ജന, എപ്പോഴാണ് ഇയാൾക്ക് മർദ്ദനമേറ്റിരുന്നത്? കേസിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വിനീത, നവംബർ 17-നാണ് ഈ സംഭവം നടക്കുന്നത്. കിളിമാനൂർ സ്വദേശിയായ ബിജുവിനെ രാജീവ് കല്ലുപയോഗിച്ച് മാരകമായി ക്ഷതമേൽപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഇയാൾക്ക് സാരമായി തന്നെ പരിക്കേറ്റിരുന്നു. അന്നു മുതൽ ഈ ബിജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കാര്യമായി തന്നെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ബിജുവിന്റെ മരണം സംഭവിച്ചത്. ഈ രാജീവിന് ബിജുവിനോടൊരു വൈരാഗ്യമുണ്ടായിരുന്നു. ബിജുവിന്റെ മകളെ രാജീവിന് ഏറെ നാളായി ഇഷ്ടമായിരുന്നു. ഈ ഇഷ്ടത്തെക്കുറിച്ച് മകളോടും ബിജുവിനോടും സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ബിജു അത് അനുവദിച്ചിരുന്നില്ല. തന്റെ മകൾക്ക് വിവാഹപ്രായമായിട്ടില്ല, തന്റെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ രാജീവിനോട് പറഞ്ഞിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ രാജീവിനൊരു പകയുണ്ടായിരുന്നു ഈ കുടുംബത്തിനോട്. ഒരു അവസരം കിട്ടിയപ്പോൾ കല്ലുപയോഗിച്ച് മാരകമായി ബിജുവിന്റെ തലയ്ക്ക് ക്ഷതമേൽപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഒരു മരണത്തിലേക്കടക്കം സംഭവം കടന്നിരിക്കുന്നത്. ഒരു വിവാഹാലോചന നിരസിച്ചു എന്നതിന്റെ പേരിലാണ് ഇത്തരം ഒരു ക്രൂരകൃത്യം ഇപ്പോൾ രാജീവ് ചെയ്തിരിക്കുന്നത്. സംഭവം നടന്ന അന്ന് തന്നെ കിളിമാനൂർ പോലീസ് രാജീവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ രാജീവ് ഇപ്പോൾ റിമാൻഡിലാണ്. ഒരു വിവാഹാലോചനയുടെ പേരിലാണ് ഒരു മരണം ഇപ്പോൾ കിളിമാനൂരിൽ നടന്നിരിക്കുന്നത്. വിനീത, ശരി, ഏറെ ദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയണം. അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്.